الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്നേഹിക്കാനും അതേപോലെ തന്നെ അവിടുത്തെ തിരുചര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും പറയും നമ്മളെപ്പോലെ മനുഷ്യനല്ലേ, എത്ര വലിയ പ്രത്യേകത കേട്ടിട്ടുണ്ടാവും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനബശറും മിസ്ലുക്കും, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ബാക്കിയുള്ളത് വായിച്ചില്ല എന്ന് മാത്രം. അനബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്നുകൂടിയുണ്ട്, എന്നിലേക്ക് വഹി അറിയിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരാളിലേക്ക് പോലും വഹി വരുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാവും, നിങ്ങളെപ്പോലല്ല, മനുഷ്യനാണ്, ആ വിഷയത്തിൽ നിങ്ങളെപ്പോലെ തന്നെ. അതല്ലേ പറയുന്നത്, എന്താ, മുഹമ്മദുൻ ബശറുൻ ലഅകൽ ബശരി യാഖൂത്തുൻ ഹജറുൻ ലഅകൽ ഹജരി എന്ന് പറയുന്നത്. യാഖൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണിക്യം. മാണിക്യം എന്ന് പറയുന്നത് ഒരു കല്ലാണ്, മാണിക്ക കല്ല് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ലഅകൽ ഹജരി സാധാരണ കല്ല് പോലെ അല്ല മാണിക്ക കല്ല്, എത്രയോ വിലമതിക്കാനാവാത്ത ഒരു കല്ലാണ് മാണിക്ക കല്ല്. എന്നതുപോലെ തന്നെയാണ് മുഹമ്മദുൻ ബശറുൻ, മുഹമ്മദ് നബി മനുഷ്യനാണ്, ലഅകൽ ബശരി നമ്മളെ പോലെയുള്ള മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഏതാനും ചില വിഷയങ്ങൾ, ഒരു 10 വ്യത്യാസമുള്ള, നമ്മളിൽ നിന്നും വ്യത്യസ്തമായ ഒരു 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു ബൈത്താണ്, അത് ഞാൻ അർത്ഥം വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. 10 കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ പ്രവാചകനെ പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട്. തീരെ ജീവിതത്തിൽ ഒരു തവണ പോലും സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിന്. കാരണം സ്വപ്നസ്ഖലനം ആരുടെ ഭാഗത്തുനിന്നാ വരിക? ശൈത്താന്റെ ഭാഗത്തുനിന്നാണ്. ശൈത്താന്റെ ഭാഗത്തുനിന്നായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തവണ പോലും ജീവിതത്തിൽ 63 വയസ്സിനിടയിൽ ഒരു തവണ പോലും സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന് നിഴലില്ല. അള്ളാഹുവിന്റെ റസൂലിന് നിഴല് ഇല്ലേ ഇല്ല. എത്രയോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. റസൂൽ എത്ര അവിടെ നിന്നാലും ശരി, അപ്പുറത്തും ചെയ്യില്ല. സൂര്യൻ ഇങ്ങനെ നട്ടുച്ച അല്ലെങ്കിൽ കുറച്ച് ഏകദേശം നട്ടുച്ചയിൽ നിന്നും മാറി തെന്നിയാലാണല്ലോ നല്ല നിഴലുണ്ടാകുന്നത്. അങ്ങനെ ആയാൽ പോലും അപ്പുറത്ത് നിഴൽ കാണൂല, റസൂലുള്ളാഹിന്റെ നിഴൽ കാണൂല. അത് എങ്ങനെയെന്നാണ് ഇതിന്റെ പ്രത്യേകത അറിയണത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഏതൊന്നും തന്നെ ഭൂമി വീഴുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ അർത്ഥമൊക്കെ ഉദ്ദേശിക്കുന്നത്. മൂത്രമൊഴിച്ചാലും കാഷ്ടിച്ചാലും ഒക്കെ എന്ത് ചെയ്യുന്നു, മലവും മൂത്രവും അവിടെ ശേഷിക്കൂല. അവിടെ എവിടെ ചെന്നാലും, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളുള്ള കക്കൂസും കുളിറും മൂത്രപ്പേരും നല്ലല്ല. അതായത് എവിടെ എന്തെങ്കിലും മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രം നമ്മള് എന്ത് ചെയ്യും, അവിടെ മൂത്രയ്ക്ക് ഏതെങ്കിലും പറമ്പില് അല്ലെങ്കിൽ മരത്തിന്റെ ചോട്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ സംവിധാനം വന്നിട്ട് ഏതാനും ഉറക്കല്ലേ, ഒരു 10, 20, 25 കൊല്ലമായിട്ടുള്ളൂ. ഇതിനൊക്കെ മുമ്പ് എല്ലാവരും വന്നിട്ട് എനിക്കെല്ലാം ഓർമ്മ. എന്റെ ഉസ്താദൊക്കെ ഫരീദുല്ലീരെ അറിയാലോ, ഫരീദുല്ലീരൊക്കെ ദർസ് നടത്തുന്ന സമയത്ത് ആദ്യം ദർസ് നടത്തുന്നത് എവിടെയാണ്? ഊരകത്താണ്, വേങ്ങര ഊരകത്താണ്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമ്പോ ദർസ് നടത്തുന്ന സമയത്ത് അന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവര് പറയാ, അന്നൊക്കെ എന്താണ് ദർസിലെ വിദ്യാർത്ഥികൾ മുതഅല്ലിമീങ്ങൾ എന്താണ് പുറത്തേക്ക് പോയിരുന്നത്, അതായത് കക്കൂസിലൊക്കെ പോയിരുന്നത് വെളിയിരിക്കാൻ പോവാന്നുള്ള രീതിയിൽ തന്നെ. അല്ലേതെങ്കിലും മുള കണ്ടെത്തുന്നോ അങ്ങനെ എവിടെയെങ്കിലും പോവാം, കക്കൂസില്ല. പള്ളിയിൽ മുതഅല്ലിമീങ്ങൾക്ക് കക്കൂസില്ല അന്നത്തെ കാലത്ത്. അപ്പൊ പടത്തെ വന്നിട്ട് ഇങ്ങനത്തെ സംവിധാനം. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് അതേ സൃഷ്ട ഏതെങ്കിലുമൊക്കെ പുറത്ത് ആരുകളും ആളുകളും വരുന്നത് കാണാത്ത സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് മസലകളൊക്കെ വന്നത് തന്നെ അല്ലെ. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറവാണ്, മറ്റേത് മറിച്ചിട്ടുള്ള മറവാണ്, ഒരു കോല് കുത്തണം മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതോട്ടെ നമ്മുടെ വിഷയം അതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മലവും മൂത്രവും ഒക്കെ ഭൂമിയുടെ വീഴുന്നു ഉടനെ തന്നെ. അത് പിന്നെ മറ്റുള്ളവർക്ക് കാണാനോ അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് എന്താണ് ദുഷിച്ച രീതിയിൽ അതിനെ കാണാനോ ഒരിക്കലും പറ്റില്ല എന്നാണ്. നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഈച്ച റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഇരുന്നിട്ടില്ല.
ഈ ഈച്ചരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈച്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ദുഷിച്ചതുകൊണ്ടാണല്ലോ അല്ലെ. നമ്മളിപ്പോ ഈ ഏതാണ് പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഫോഴ്സുകളൊക്കെ ഈച്ചരിക്കുന്നു. ഇപ്പൊ ഇരിക്കൂല, കാരണം വിഷം പലർക്കുണ്ട്, ഇപ്പൊ ഇരിക്കൂല. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ട്, ഈ മുന്തിരിയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു ഫാൻ വെച്ചിട്ട് ആ ഫാനിന്റെ മോള് ഒരു 2 ശീല കഷ്ണം വെക്കും അല്ലെ, ഓർമ്മയാ എന്തിന് മനസ്സിലായില്ലേ? അതായത് ഒരു ഫാൻ വെച്ചിട്ട് ആ ഫാനിന്റെ മുന്നിൽ ഫാനിന്റെ ഇതേമാതിരി നമ്മളെ ടേബിൾ ഫാൻ ഉണ്ടല്ലോ, ആ ടേബിൾ ഫാനിന്റെ ആ മുന്നിലത്തെ കമ്പി ഉണ്ടാവുമല്ലോ, ആ സേഫ്റ്റി കമ്പി, ആ കമ്പിന്ന് എന്ത് ചെയ്യും, ഒരു 2 സീലിന്റെ പീസുകളോടെ വെക്കും. കാരണം സമയത്ത് ഈ ശീലം ഇങ്ങനെ ചുറ്റിക്കണം. അങ്ങനെ ആകുമ്പോ ഈച്ച കളയാൻ വേണ്ടിട്ട്. ഇന്നത്തെ കാലത്തൊന്നും അത് കാണൂല, കാരണം അത് ഈച്ച ഇരിക്കൂല, അമ്മായി വേഷമാണ് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതോ പോട്ടെ, നമ്മൾ പറഞ്ഞത് ഈ ചീഞ്ഞ സാധനത്തിന്മേലാണ് വല്ലാതെ ഈച്ച വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈച്ച ഇരിക്കുക എന്ന് പറയുന്ന സ്വഭാവം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുറങ്ങിയാലും ഹൃദയം ഉറങ്ങൂല. ഹൃദയത്തിന് ഉറക്കില്ല. നമ്മളൊക്കെ ഉറങ്ങിയാൽ കുത്തപ്പെട്ട് ഉറങ്ങാലോ, അങ്ങനെ റസൂൽ ഉറങ്ങൂല. കണ്ണ് ഇങ്ങനെ ഉറങ്ങുക എന്നല്ലാണ്ട് ഹൃദയം റസൂലുള്ളാഹിന്റെ ഉറങ്ങൂല. എപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഹൃദയമായിരിക്കും. പിന്നെന്താ, മുന്നിക്ക് കാണുന്നത് പോലെ ബാക്കും കാണും. നമുക്കിപ്പോ മുന്നിക്കല്ല കാണും, ബാക്കിൽ ആരാന്നുള്ളത് നമ്മളിപ്പോ കാണില്ലല്ലോ. എന്നതുപോലെ എല്ലാ റസൂല് മുന്നിൽ കണ്ണുണ്ടാവില്ല, ബാക്കിൽ വേറെ കണ്ണൊന്നും ചേട്ടൻ. അങ്ങനെ കരുതണ്ട റസൂൽ അവർ 4 കണ്ണുണ്ടായിരുന്നോ എന്ന് കരുതണ്ട. 4 കണ്ണൊന്നല്ല, മുന്നിൽ കണ്ണൊക്കെ സാധാ മനുഷ്യന്മാരെ പോലെ തന്നെ. പക്ഷേ അള്ളാഹു വിചാരിച്ച നടക്കുമല്ലോ, ബാക്കൊക്കെ കാണുമായിരുന്നു എന്ന്. എല്ലാ വിഷയങ്ങളും അങ്ങനെ സൊഫയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ റസൂൽ പറയുമ്പോൾ റസൂലല്ല ഇമാമെന്ന്, റസൂല് കഴിയുന്ന കാലങ്ങളിലൊക്കെ റസൂലിന്റെ ഇമാമെന്നുണ്ടാവും. ഒരാളെ ഇമാം എടുത്തിട്ടില്ല. പിന്നെ അവസാന കാലഘട്ടത്തിൽ അബൂബക്കറിനെ, അതായത് മരിക്കുന്ന ആ രോഗത്തിന്റെ സമയത്ത് അബൂബക്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമാം വെക്കുന്ന സമയത്തൊക്കെ സൊഫ് ശരിയായിട്ടില്ലെങ്കിലൊക്കെ റസൂൽ എന്ത് ചെയ്യും, ബാക്കൊക്കെ തിരിഞ്ഞു വെക്കാതെ തന്നെ പറയും. അത് ബാക്കൊക്കെ കാണുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ 7ാമത്തത് ഒരിക്കലും കോട്ടുവായ ഇല്ല. നമ്മൾ കൊട്ടാവി അറിയാലോ, ഈ കോട്ടുവായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശൈത്താന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ശൈത്താൻ കടക്കും, അതുകൊണ്ട് നമ്മൾ അതിനെന്തെങ്കിലും കാവൽ തേടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കൈ എന്നല്ല ഇടത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് പൊത്തി പിടിക്കണം നമ്മൾ വായ എന്നൊക്കെ പറയാനുള്ള കാരണം ശൈത്താൻ കടന്നു പോകുന്ന ശൈത്താനെ കൈക്കുടി കിടക്കണോ എന്നൊക്കെ ചോദിക്കും. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച നമ്മളെ ഈ ഇതില്, അതായത് നമ്മളെ ഖുത്ബയിൽ പറഞ്ഞല്ലോ, ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്തോ പറഞ്ഞു, അതായത് രക്തം സഞ്ചരിക്കാൻ പറ്റുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, ശൈത്താൻ സഞ്ചരിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശൈത്താന് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വായ പൊട്ടണം എന്നൊക്കെ റസൂൽ പറയാൻ കാരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കോട്ടുവായ എന്ന് പറയുന്ന സംഗതി അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു തവണ പോലും കൊണ്ടായിട്ടില്ല. അതിന് പ്രത്യേകത ഉണ്ടെങ്കിൽ ഒരാൾ കൊണ്ടായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ആൾ പെട്ടെന്ന് കൂടുതൽ വൈകാതെ കൊണ്ടുപോയിട്ട് അതിനപ്പുറത്ത് ആൾ വേറെ കൊണ്ടുപോയി ശൈത്താൻ നമ്മുടെ പരിസരത്തുണ്ടെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ ഏതോണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടുവായ റസൂലിന്റെ ഇടയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖിതാബ് ചെയ്യപ്പെട്ടവരാണ്, ചേലാക്രമം ചെയ്യപ്പെട്ടവരായ നിലക്കാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അത് സാധാരണ ആളുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. പിന്നെ അടുത്തത് 9ാമത്തെ മൃഗങ്ങള്, ഈ മൃഗം പറഞ്ഞ അന്നത്തെ കാലത്ത് വാഹനം എന്ന് പറഞ്ഞാൽ കുതിര, ഒട്ടകം ഒക്കെയാണല്ലോ. ഈ കുതിരപ്പുറത്തും മുട്ടപ്പുറത്തൊക്കെ റസൂൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ കുതിരക്കറിയാം, അതുപോലെ ഈ ഒട്ടകത്തിന് അറിയാം ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. അതാണ് തൈരിഫു, അത് റസൂലിനെ മനസ്സിലാക്കും. പെട്ടെന്ന് തന്നെ അതുപോലെ റസൂലിലേക്ക് എന്തെയും ഈ വാഹനം കയറേണ്ട ആവശ്യകതയ്ക്ക് വരുമ്പോ അത് മനസ്സിലാക്കി പെട്ടെന്ന് റസൂലിലേക്ക് കടന്നു വരും, പെട്ടെന്ന് എന്തെയും ഉളരി വരികയും ചെയ്യുമെന്ന്. മൃഗങ്ങൾക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ അള്ളാന്റെ റസൂലാണ് എന്ന രീതിയിലാണ്. നമ്മളൊക്കെ കണ്ടാൽ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുമെന്നല്ല, ആരുടെ രീതിയല്ല, അള്ളാന്റെ റസൂലാണ് എന്നുള്ള നിലക്ക് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഏത് സദസ്സിലിരുന്നാലും, 10ാമത്താണ് പറയുന്നത്, ഏത് സദസ്സിലിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നിട്ട് മേലെയായി കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത്
എല്ലാവർക്കും നിനക്ക് കണ്ടോളന്നില്ല. അപ്പൊ കുറച്ചുകൂടി പിന്നെ നമ്മള് ആ ഇടട്ടുകാർ നിസ്കരിച്ചോണ്ടാണ്, അല്ലെങ്കിൽ തീരെ കാണൂല. എല്ലാവരും നമ്മള് നേരിക്കില്ല. സാധാരണ സൂഫ് നിൽക്കും പോലെ മുമ്പൊക്കെ നീ പോലെ നിൽക്കുകയാണെങ്കിൽ നീ കാണൂല. അതേ മറിച്ച് അള്ളാന്റെ റസൂലാണ് എങ്കിണ്ടല്ലോ, എത്ര ബാക്കിലുള്ള ആളാണെങ്കിലും ശരി, റസൂൽ നീച്ചക്കൊന്നും വേണ്ട, റസൂൽ എല്ലാവരും കാണും. അത് എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് കൊടുത്തൊരു അത്രേ പറയാൻ പറ്റൂല. എങ്ങനെയാ നമുക്ക് അതിന് മറുപടി ഇല്ല. അതിന് മോചിതത്താണല്ലോ ഒക്കെ. റസൂലും എല്ലാവരും ഇതുപോലെ നമ്മൾ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എന്നതുപോലെ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിലൊക്കെ എത്ര ബാക്കുള്ള ആൾക്കാണെങ്കിൽ റസൂലുള്ളാഹിനെ ഒരു പൊങ്ങി ഇങ്ങനെ കാണും റസൂലുള്ളാഹിനെ. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന ബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, പ്രവാചകനെ സ്നേഹിക്കുവാൻ, അവിടുത്തെ തിരുച്ചര്യകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തോടുള്ള മഹബത്ത് നമ്മൾ ഹൃദയത്തിൽ അല്ലാഹു ഉറപ്പിക്കട്ടെ. അത് കാരണമായ ആ പ്രവാചകനോടുകൂടെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم.